നമ്മളിനി പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഷോർട്ട് ക്വസ്റ്റനായിട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണാനുള്ള ക്വസ്റ്റനാണ്. ഹസാർഡിനെ പറ്റി ചെറിയൊരു ജനറൽ ഡിസ്ക്രിപ്ഷനെ നമ്മളുടെ KTU നോട്ട്സിലുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഷോർട്ട് ക്വസ്റ്റനായിട്ട് ചോദിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ നമുക്കിപ്പോൾ ക്വസ്റ്റൻ ടഫ് ആവുന്ന കോൺടെക്സ്റ്റുകളിൽ നമുക്ക് ആയിട്ട് വേണമെങ്കിൽ ഹസാർഡ്സ് എന്നുള്ള സെഷൻസ്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൈപ്പ് ലൈൻ ഇൻസ്ട്രക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹസാർഡ്സ് ഉണ്ടാവുന്നത്. സോ ഇതൊരു അൺവാണ്ടഡ് സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് സെയിം ടൈമിൽ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാം? അവർ ഷെയർ ചെയ്യുന്ന റിസോഴ്സുകളിൽ എന്തുണ്ടാവാം? കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. So in pipeline processes, hazards are situations that arise due to the overlapping execution of instructions in different stages of the pipeline. ഇപ്പോൾ പൈപ്പ്ലൈൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓരോ ക്ലോക്ക് സൈക്കിൾസ് കൊടുക്കില്ലേ? അപ്പോൾ ആ ഓരോ ക്ലോക്ക് സൈക്കിളിലും കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ പല പല സ്റ്റേജുകളായിരിക്കും നമ്മൾ സാധാരണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അല്ലേ? ക്ലോക്ക് സൈക്കിളിൽ നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ക്ലോക്ക് സൈക്കിളോ അല്ലെങ്കിൽ ക്ലോക്ക് പീരീഡ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഓരോരോ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ കൊടുക്കും. ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, ദെൻ റൈറ്റ് ചെയ്യണം. ഇവിടെ റൈറ്റ് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എക്സിക്യൂഷന് കൂട്ടത്തിലാണ് നമ്മൾ റൈറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി നമ്മൾ മെമ്മറി അപ്ഡേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്, ബാക്കിയുള്ളതൊരു റീഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ 5 സ്റ്റേജസ് ആയിട്ട് കൊടുക്കണം എന്ന് തന്നെയില്ല, 4 സ്റ്റേജസ് ആയിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന പോലെ 4 സ്റ്റേജസിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കേ. ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് 5th ക്ലോക്ക് സൈക്കിളിലാണ്. അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 5th സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഇൻസ്ട്രക്ഷൻ നമ്പർ 2 വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇനി വരുന്ന പ്രോഗ്രസീവായിട്ടുള്ള ഓരോ ക്ലോക്ക് സൈക്കിളിലും നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ CPU അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സറിലേക്ക് ലോഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ നമ്പർ എന്ത് ചെയ്യുവാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം? റിസോഴ്സ് വേണം. അത് മെമ്മറി ആകാം, ഹാർഡ്വെയർ റിസോഴ്സസ് ആകാം, ലൈക്ക് മെമ്മറി, രജിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകാം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊസസ്സറിൻ്റെ തന്നെ റിക്വയർമെൻറ്റ് വേണ്ടി വരാം. അല്ലെങ്കിൽ പിന്നെ എന്താ, നമുക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസിനകത്ത് എന്ത് വരാം? കോൺഫ്ലിക്റ്റ് വരാം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് എന്ത് വരാം? കോൺഫ്ലിക്ട്സ് വരാം. അതായത് ഇതിനെല്ലാം ഷെയറബിൾ ആയിട്ടുള്ള കണ്ടൻസാണ് ഇതെല്ലാം അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ആവുന്ന വാല്യൂസാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ പാരലായിട്ട് ഇൻസ്ട്രക്ഷൻസ് വർക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് വരാം? ഈ ഡേറ്റയ്ക്ക് അവർ ഷെയർ ചെയ്യുന്നതിൽ എന്ത് വരാം? കോൺഫ്ലിക്ട്സ് വരാം. ആ കോൺഫ്ലിക്ട്സിനെയാണ് നമ്മൾ മെയിൻലി ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ definition okay ആണെന്ന് തോന്നുന്നു. Then here are the main types of hazards in pipeline processes. നമ്മുടെ പൈപ്പ്ലൈൻ പ്രോസസ്സസിലുള്ള മെയിനായിട്ടുള്ള ഹസാർഡ്സിനെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്ട്രക്ചറൽ ഹസാർഡ്സ്, ഡേറ്റ ഹസാർഡ്സ് ആൻഡ് കൺട്രോൾ ഹസാർഡ്സ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു അൺടുവേർഡ് സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഹസാർഡ് എന്ന് പറയുന്നത്. ഒരിക്കലും നല്ലൊരു കണ്ടീഷൻ അല്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അത് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ ഹസാർഡാണ്. സോ സ്ട്രക്ചറൽ ഹസാർഡ് മെയിൻലി എന്തുമായിട്ട് കൺസേൺഡ് ആണ്? നമ്മുടെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്, ലൈക്ക് നമ്മുടെ മെമ്മറി, ഓക്കെ, രജിസ്റ്റേഴ്സ്, ഓക്കെ, അവിടെയൊക്കെ ആയിട്ട് ആര് കണക്റ്റഡ് ആണ്? നമ്മുടെ സ്ട്രക്ചറൽ ഹസാർഡ് കണക്റ്റഡ് ആണ്. ദീസ് ഹാപ്പൻ വെൻ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് റിക്വയർ ആക്സസ് ടു ദ സെയിം ഹാർഡ്വെയർ റിസോഴ്സസ് സൈമൾട്ടേനിയസ്ലി. നമ്മുടെ ഹാർഡ്വെയർ റിസോഴ്സസിന് അല്ലെങ്കിൽ ഹാർഡ്വെയർ റിസോഴ്സസിന് ഷെയർ ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവാനുള്ള ചാൻസ്? സ്ട്രക്ചറൽ ഹസാർഡ് ഉണ്ടാവാനുള്ള ചാൻസ്. ഈ ഹാർഡ്വെയർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതൊന്നുമില്ല നമ്മളുടെ മെമ്മറി റിസോഴ്സസ് എന്ന് ഓർത്താൽ മതി. നമ്മുടെ മെമ്മറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ യൂസേജിൽ കോൺഫ്ലിക്ട്സ് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് 2 ഇൻസ്ട്രക്ഷൻസ് നീഡ് ടു ആക്സസ് ദ മെമ്മറി അറ്റ് ദ സെയിം ടൈം ബട്ട് ദ മെമ്മറി യൂണിറ്റ് ക്യാൻ ഓൺലി ഹാൻഡിൽ 1 ആക്സസ് അറ്റ് എ ടൈം, ദെൻ ദ സ്ട്രക്ചറൽ ഹസാർഡ് അക്വേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെമ്മറിക്ക് ഒരു ആക്സസിനെ മാത്രമേ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും ഒരു ഹസാർഡ് സിറ്റുവേഷൻ അവിടെ ഹാപ്പൻഡായി അല്ലെങ്കിൽ ഒക്കേർഡായി എന്ന് പറയാം. ഓക്കെ, ഇനി അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്വെയർ റിസോഴ്സസിനെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് റിസോഴ്സ് ഹസാർഡ് എന്നും വിളിക്കാം. ഇതിനെങ്ങനെ വിളിക്കാം? റിസോഴ്സ് ഹസാർഡ് എന്നും വിളിക്കും. ഓക്കെ,
അപ്പോൾ ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ഐഡിയൽ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട്, അതായത് ഒന്നും കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് ഒരു ഐഡിയൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു പൈപ്പ് ലൈൻ തന്നെ നമ്മൾ കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്, നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് നമുക്ക് മാക്സിമം ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു നോർമൽ എക്സിക്യൂഷനും പൈപ്പ് ലൈനും തമ്മിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഒന്നും ഉണ്ടാകുന്നില്ല. സോ നമ്മുടെ പെർഫോമൻസ് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ദെൻ assume that the main memory has a single port and that all instruction fetches and data reads and writes must be performed at a time. അതായത് ഒരേ സമയത്ത് തന്നെ നമുക്കൊരു സിംഗിൾ പോർട്ടേ ഉള്ളൂ മെമ്മറിക്ക്. അപ്പോൾ ആ ഒരു സെയിം പോർട്ട് ത്രൂ വേണം നമ്മൾ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും, ആക്സസ് ഓപ്പറേഷൻസ്, റൈറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, എല്ലാം ഫെച്ച് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എന്ത് ത്രൂ ആണ്, ആ സിംഗിൾ പോർട്ട് ത്രൂ ആണ്. ഓക്കെ, ഇൻ ദിസ് കേസ് ആൻ ഓപ്പറാൻഡ് റീഡ് ഓർ റൈറ്റ് ഫ്രം മെമ്മറി cannot be performed in parallel with an instruction fetch. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അഡ്രസ്സ് ഫെച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നമ്മൾ കൺസേൺ ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സിലുള്ള അപ്ഡേഷൻസ്, അതായത് റീഡോ റൈറ്റോ ഓപ്പറേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആവത്തില്ല. അപ്പോൾ എന്താ കാര്യം, മെമ്മറിക്ക് ഒരു സമയത്ത് ഒരേ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിനെ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് കൊടുത്തിട്ട് പാരലി നമ്മൾ എന്ത് ചെയ്യുവാണ് അതിനെ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു അഡ്രസ്സ് അല്ലേ കിട്ടുന്നത്, മെമ്മറിയിൽ നിന്നൊരു അഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് നമ്മൾ പറയുവാണ് മെമ്മറിയിലുള്ള ഡേറ്റ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാൻ അറ്റ് ദ സെയിം ടൈം. എന്നിട്ടല്ല, സെയിം ടൈമിൽ തന്നെ നമ്മൾ പറയുവാണ് മെമ്മറിയിലേക്കുള്ള ഓപ്പ് കോഡ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനകത്ത് വർക്ക് ചെയ്യുന്ന ഡേറ്റ എലമെൻറ്റ്സിനെ കളക്ട് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അത് ഈസി ആയിരിക്കുമോ, ബുദ്ധിമുട്ടായിരിക്കത്തില്ല. ഒരു സമയത്ത് ഒരാളെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല, ഒരു സിംഗിൾ പോർട്ട് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് പറയാം അവിടെ എന്തുണ്ടായെന്ന് പറയാം, ഒരു സ്ട്രക്ചറൽ ഹസാർഡ്, അവിടെ ഹാർഡ്വെയർ റിസോഴ്സ് നമ്മുടെ മെമ്മറി റിലേറ്റഡ് ആയിട്ടാണ് അവിടെ ഒരു ഹസാർഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ്സ് എ സ്ട്രക്ചറൽ ഹസാർഡ്. ഓക്കെ, ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, ഇപ്പം നമ്മൾ ഈ ഒരു 4th സൈക്കിൾ അല്ലെങ്കിൽ 5th സൈക്കിൾ എടുക്കുന്ന സമയത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും 4 ഇൻസ്ട്രക്ഷൻസും അവിടെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു റൈറ്റ് കമാൻഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു മെമ്മറി ഫെച്ച് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ ഒരു ഡീകോഡ് ഇൻസ്ട്രക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഓപ്പറാൻഡ് ഫെച്ച് വന്നിട്ടുണ്ട്, ഒരു റൈറ്റ് വന്നിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇനീഷ്യേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പ്രോസസ്സറിന് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി സിസ്റ്റത്തിന് സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, therefore the fetch instruction stage of the pipeline must idle for 1 cycle before beginning the instruction fetch for instruction i3. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ കമൻസ്മെൻറ്റിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, i3യിൽ ഇവിടെ നമ്മൾ ഒരു ഓപ്പറാൻഡ് ഫെച്ച്, ഒരു FO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓപ്പറാൻഡ് ഫെച്ച് നടക്കുന്നുണ്ട്, പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടക്കുന്നുണ്ട്. 4th സൈക്കിളിലാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഉണ്ട്, ഓപ്പറാൻഡ് ഫെച്ച് ഉണ്ട്, ഡീകോഡിങ് അത് പോയിക്കോട്ടെ, ദെൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പറാൻഡ് ഫെച്ച്, ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ഓവർലാപ്ഡ് ആയിപ്പോകും അല്ലേ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസോഴ്സ് ഹസാർഡ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ മെമ്മറി യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് പറഞ്ഞ പോലെ, അതായത് ഒരേ സമയത്ത് അഡ്രസ്സിനെ റീഡ് ചെയ്യാൻ പറഞ്ഞു, ആ സമയത്ത് തന്നെ നമ്മൾ ഡേറ്റയും റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ റിസോഴ്സ് കോൺഫ്ലിക്റ്റിനെ കൂടാണ്ട് തന്നെ നമുക്ക് അവിടെ എന്തും അഡ്രസ്സ് ചെയ്യാം. റിസോഴ്സിൽ നടക്കുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അഡ്രസ്സ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുകൾ ഡിഫറെൻ്റ് ആണെങ്കിലും അതെന്തെന്ന് പറയാം, നമുക്കൊരു ഹസാർഡ് എന്ന് പറയാം. ഇപ്പോൾ ഞാനൊരു ആഡ് ഓപ്പറേഷൻ കൊടുക്കുമ്പം ആ സെയിം ടൈമിൽ തന്നെ ഞാൻ എന്ത് കൊടുക്കുവാണ്, സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ കൊടുക്കുവാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു സ്ട്രക്ചറൽ ഹസാർഡ് ഉണ്ടാവാം. ഓക്കെ, another example of a resource conflict is a situation in which multiple instructions are ready to enter the execute instruction phase and there is a single ALU. അവിടെ ഒരൊറ്റ ALU ഉള്ളൂ. അപ്പോൾ 2 ഇൻസ്ട്രക്ഷൻസ്, അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പറയുവാണ് ആഡ് ചെയ്യാൻ, വേറൊരു ഇൻസ്ട്രക്ഷൻ പറയുവാണ് സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ALU ഉള്ളൂ. അപ്പോൾ ഈ ALUവിന് ഒരേ സമയത്ത് അഡീഷനും സബ്ട്രാക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല അല്ലേ. അതായത് നമ്മുടെ പ്രോസസ്സറിന് ഒരു സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ, അതായത് സെയിം കോണ്ടെക്സ്റ്റിൽ എക്സിക്യൂഷൻ, ഇവർ രണ്ടുപേരും എക്സിക്യൂഷനിൽ നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ് വരുവാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താ, നമുക്കിതൊരു സോൾവ് ചെയ്യാനുള്ള മെയിൻ പ്രശ്നം എന്താണ്, നമുക്ക് റിസോഴ്സസ് ഇല്ലാത്തതല്ലേ മെയിൻ പ്രശ്നം. ഹാർഡ്വെയർ റിസോഴ്സസിൻ്റെ ഷെയറിങ് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സസുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമായിട്ട് മാറുമോ? ഒരിക്കലും ഇല്ല. ദെൻ one solution to such resource hazard is to increase available resources such as having multiple ports into main memory and multiple ALU units. അപ്പോൾ
നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിങ് യൂണിറ്റ്സിനെ കൊണ്ടുവരികയോ യൂണിറ്റ്സിനെ കൊണ്ടുവരികയോ നമുക്ക് മൾട്ടി പോർട്ട് മെമ്മറി, അതായത് റീഡ് ചെയ്യാൻ ഒരു പോർട്ട് സെഗ്മെൻറ്റ്, റൈറ്റ് ചെയ്യാൻ വേറൊരു പോർട്ട് സെഗ്മെൻറ്റ്, അപ്പോൾ നമുക്കതിനെ സേഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മെമ്മറി സിസ്റ്റംസ് ഒക്കെ വരുവാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മീൻസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്സിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് നമ്മുടെ സ്ട്രക്ചറൽ ഹസാർഡിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് കൂടുതൽ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വി ക്യാൻ അവോയ്ഡ് ദിസ് സ്ട്രക്ചറൽ ഹസാർഡ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺടെക്സ്റ്റാണ് ഡേറ്റ ഹസാർഡ്. അത് നമ്മുടെ KTU നോട്ട്സിനകത്ത് ഡേറ്റ ഹസാർഡ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡേറ്റയെ സൈമൾട്ടേനിയസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഹസാർഡാണ് ഡേറ്റ ഹസാർഡ്. These occur when instructions depend on the result of previous instructions, but the data they need is not yet available. അപ്പോൾ ശരിക്കും ഒരാൾ എന്ത് ചെയ്യുവാണ്, ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ഡേറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, പക്ഷേ ആ ഡേറ്റ അവിടെ പ്രിപ്പയർഡ് ആയിട്ടില്ല, ആ ഡേറ്റ അവിടെ സെറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മളതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് കൊടുക്കുവാണെങ്കിൽ അതെന്താണ്? ഒരു ഡേറ്റ ഹസാർഡാണ്. ഓക്കെ, ഡേറ്റ ഹസാർഡിന് നമ്മളൊരു 3 കാറ്റഗറൈസേഷൻസ് ഉണ്ട്. റീഡ് ആഫ്റ്റർ റൈറ്റ് ഉണ്ട്, ദെൻ റൈറ്റ് ആഫ്റ്റർ റീഡ് ഉണ്ട്, ദെൻ റൈറ്റ് ആഫ്റ്റർ റൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ആഫ്റ്റർ റൈറ്റ്. റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ് ശരിക്കുമുള്ള കോണ്ടെക്സ്റ്റ്. അതൊരു പ്രശ്നമാവുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ ഒരു റീഡ് ആഫ്റ്റർ റൈറ്റ് എന്നുള്ള കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഓൾട്ടർ ചെയ്യുമ്പം, എപ്പോഴാണ് നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചേഞ്ച് വരുന്നത്? ആ സമയത്താണ് എന്തുണ്ടാവുന്നത്? ഹസാർഡ് ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അതാണ് ഐഡിയൽ സിറ്റുവേഷൻ. അങ്ങനെ നടക്കാത്തപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹസാർഡ് ഉണ്ടാവുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും? എപ്പോഴാണോ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ റീഡ് ബിഫോർ റൈറ്റ് നടക്കുന്നത്, അപ്പോൾ അവിടെ എന്തുണ്ടായി? റീഡ് ആഫ്റ്റർ ഹസാർഡ് അവിടെ ഒക്യൂർ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ആഫ്റ്ററിന് വരെ നമ്മൾ എന്ത് കൊടുക്കുക? ബിഫോർ കൊടുക്കുക. എന്ത് കൊടുക്കുക? ബിഫോർ കൊടുക്കുക. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫ്ലോ അല്ലെങ്കിൽ ട്രൂ ഡേറ്റ ഡിപ്പെൻഡൻസി. ശരിക്കും ഇങ്ങനെയൊക്കെ നമ്മളെ ചില സമയത്ത് ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആവില്ലേ? അപ്പോൾ ആ സമയത്ത് അവർക്ക് ഈ കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി, ഇപ്പം നോക്കിക്കേ, റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അതേസമയം ട്രൂ ഡേറ്റ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കത് കണക്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് റീഡ് ആഫ്റ്റർ റൈറ്റിന് കൂടുതൽ എപ്പോഴും എന്ത് ഓർത്തിരിക്കുക? ട്രൂ ഡേറ്റ ഡിപ്പെൻഡൻസി. റീഡ് ആഫ്റ്റർ റൈറ്റ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ഡേറ്റ ഡിപ്പെൻഡൻസി. ഓക്കെ, ഇനി എ hazard where an instruction tries to read a value before a prior instruction writes it. അതായത് റീഡ് ബിഫോർ റൈറ്റ് ആണ് അവിടെ ആക്ച്വലി ഹസാർഡായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? R1ലേക്ക് R2ൻ്റെയും R3യുടെയും വാല്യൂ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുക. എഗെയിൻ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡ്യൂട്ടി എന്താണ്? R4ലേക്ക് R1 മൈനസ് R5 ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഈ ഓപ്പറേറ്റർ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ, നമ്മളിനകത്ത് എടുത്തിരിക്കുന്ന ഓപ്പറാൻസിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റീഡ് ആഫ്റ്റർ റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു റൈറ്റ് ചെയ്ത വാല്യൂവിനെ വേണം രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നോക്കിക്കേ, റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളുടെ ഈ റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം? റൈറ്റ് ചെയ്യുന്നതായിരിക്കണം. ആ ഇൻസ്ട്രക്ഷനകത്തുള്ള ഓപ്പറാൻഡിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏത് വാല്യൂ വേണമെങ്കിലും എടുത്തോട്ടെ, ഇവിടെ R1 എന്നുള്ള രജിസ്റ്റർ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വേണ്ട എന്താണ്? ഫസ്റ്റ് ഒരു റൈറ്റ് ഓപ്പറേഷൻ വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അവിടെ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും 2 രജിസ്റ്റർ വാല്യൂസോ R2 R3 എന്നുള്ള 2 രജിസ്റ്റർ വാല്യൂസിനെ ആഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം? ഇതിനെ യൂസ് ചെയ്യുന്ന ആളായിരിക്കണം, അതായത് റീഡ് ചെയ്യുന്ന ആളായിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ദെൻ റീഡ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ചെയ്യുന്നത് എന്താണ്? സേ R1നെ യൂസ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു രജിസ്റ്റർ വാല്യൂ കൊടുക്കുക, സേ R5 കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുതിയൊരു രജിസ്റ്ററിലേക്ക് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതെങ്ങോട്ടോ ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ നമ്പറൊന്നും ആലോചിക്കേണ്ട, ഈ ഒരു കണക്ഷൻ അവിടെ വേണം. റൈറ്റ് ചെയ്ത ഒരു വാല്യൂവിനെ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേ നമുക്ക് ആ കോൺഫ്ലിക്റ്റിനെ പറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇതാണ് ഇൻസ്ട്രക്ഷൻ നമ്പർ 2. ഓക്കെ, ഇത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? R1നെ അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻസ്ട്രക്ഷൻ 1 ആണ്. അപ്പോൾ R1നെ അപ്ഡേറ്റ് ചെയ്ത ഇൻസ്ട്രക്ഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? R2ലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴാണോ ഇതിന് റീഡ് അല്ലെങ്കിൽ റീഡ് ബിഫോർ റൈറ്റ് നടക്കുന്നത്, അതായത് R1ൻ്റെ വാല്യൂവിനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ റീഡ് ചെയ്യുന്നത്, ദെൻ ദർ മസ്റ്റ് ബി എ ഹസാർഡ്. മനസ്സിലാവുന്നുണ്ടോ?
സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയാം. ഇവിടെ നമ്മൾ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണല്ലോ. ഓക്കെ, സോ ദ സബ് ഇൻസ്ട്രക്ഷൻ cannot be executed in the next cycle after the add instruction because it requires the result of the add instruction stored in R1 as an operand. ഓക്കെ, നമ്മൾ സ്വന്തം വേർഡ്സിൽ അങ്ങ് എഴുതിയിരുന്നാൽ മതി, കൺഫ്യൂസ്ഡ് ആവാതെ എക്സാമ്പിൾ ഒന്ന് എഴുതി തരണമെന്നേ ഉള്ളൂ. ഓക്കെ, ദിസ് ഡിലേ ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ ഡേറ്റ ഹസാർഡ്. ഓക്കെ, ആ ഒരു ഡിലേ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡേറ്റ ഹസാർഡ് എന്ന് വിളിക്കാം. ഇനി ദ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ആഫ്റ്റർ റീഡ്. ഓക്കെ, റൈറ്റ് ആഫ്റ്റർ റീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത് എപ്പോഴാണ്? വെൻ വി ആർ റൈറ്റിംഗ് എ ഡേറ്റ ബിഫോർ ഇറ്റ് ഈസ് റെഡ്, അല്ലേ? അപ്പം നമ്മളതിനെ റീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? ഒരു റൈറ്റ് ആഫ്റ്റർ റീഡ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഒരു ഹസാർഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വിളിക്കുന്നൊരു പേരാണ് ആൻറ്റി ഡേറ്റ ഡിപ്പെൻഡൻസി. ആൻറ്റി ഡേറ്റ ഡിപ്പെൻഡൻസിയുടെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? റൈറ്റ് ആണ്. ആൻറ്റി ഡേറ്റ ഡിപ്പെൻഡൻസിയുടെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? റൈറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കണേ. ഹിയർ എ ഹസാർഡ് വേർ ആൻ ഇൻസ്ട്രക്ഷൻ ട്രൈസ് ടു റൈറ്റ് എ വാല്യൂ ബിഫോർ എ പ്രയർ ഇൻസ്ട്രക്ഷൻ റീഡ്സ് ഇറ്റ്. അതിന് മുന്നേ ഉള്ള ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റീഡ് ഓപ്പറേഷനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ ഓപ്പറൻ്റായിട്ട് വരുന്നത് എന്തായിരിക്കും? ഒരു വാല്യൂ ആയിരിക്കും. സോ അവരെടുത്തേക്കുന്നത് R0യും R1ഉം ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു, R2ലേക്ക് സ്റ്റോർ ചെയ്തു. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേരിയബിളിനെ, റൈറ്റിലുള്ള വേരിയബിളിനെ ആയിരിക്കും നമ്മളുടെ ഡെസ്റ്റിനേഷനായിട്ട് നെക്സ്റ്റ് ചൂസ് ചെയ്യുക. സോ R0 ഡിറൈവ്സ് എന്താ? ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് കൊടുക്കുക. R3 - R5 എന്നോ അല്ലെങ്കിൽ R3 + R4 എന്നോ. അതിനൊന്നും ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, അതായത് ഇങ്ങനെ ഒരാളെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റണം എങ്കിൽ അതെന്താണ്? റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് വരുന്നത് എന്താണ്? റൈറ്റിലുള്ള ഡേറ്റയെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് റൈറ്റ് ആഫ്റ്റർ റീഡിനകത്ത് വരുന്നത്. അതേസമയം റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യണം. ദെൻ വി ഹാവ് ടു യൂസ് ദാറ്റ് വാല്യൂ ഇൻ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇനി റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഈസ് ട്രൈങ് ടു റൈറ്റ് ഓർ അപ്ഡേറ്റ് അല്ലെങ്കിൽ മോഡിഫൈ എ സിംഗിൾ മെമ്മറി വാല്യൂ, അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഔട്ട്പുട്ട് ഡേറ്റ ഡിപ്പെൻഡൻസി. ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ഔട്ട്പുട്ട് ഡേറ്റ ഡിപ്പെൻഡൻസി. അപ്പോൾ നോക്കിക്കേ, ട്രൂ ഡേറ്റ അല്ലെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഡേറ്റ ഡിപ്പെൻഡൻസി ആണ് റീഡ് ആഫ്റ്റർ റൈറ്റ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും പ്യുവറായിട്ടാണ്. സോ ട്രൂ വാല്യൂ ആണ് റീഡ് ആഫ്റ്റർ റൈറ്റ്. അതിനുശേഷം നമ്മൾ എന്താണ്? നമ്മളുടെ സെക്കൻഡ് കോണ്ടക്സ്റ്റിലേക്ക് വരുമ്പോഴേക്കും ആൻറ്റി ഡേറ്റ ഡിപ്പെൻഡൻസി. ഇതാണ് റൈറ്റ് ആഫ്റ്റർ റീഡിൽ വരിക. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡേറ്റ ഡിപ്പെൻഡൻസി. രണ്ടുപേരുടെ ഔട്ട്പുട്ട് സെയിം ആണല്ലോ. സോ ഇതിന് വിളിക്കുന്ന പേര് എന്താണ്? ഔട്ട്പുട്ട് ഡേറ്റ ഡിപ്പെൻഡൻസി. എ ഹസാർഡ് വെയർ ടു ഇൻസ്ട്രക്ഷൻസ് അറ്റംപ്റ്റ് ടു റൈറ്റ് ടു ദ സെയിം ലൊക്കേഷൻ ഇൻ മെമ്മറി ഓർ രജിസ്റ്റർ ആൻഡ് ദ ഓർഡർ ഓഫ് റൈറ്റ് മാറ്റേഴ്സ്. പക്ഷേ ഇവിടുത്തെ ഓർഡർ ഓഫ് റൈറ്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന ആൾ കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരാൾ വരാൻ പാടുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഇത് എന്താകുന്നത്? ഒരു ഹസാർഡായിട്ട് മാറുന്നത്. അതായത് രണ്ട് കോണ്ടെക്സ്റ്റിലും ഒരു രജിസ്റ്റർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ആ രജിസ്റ്റർ അപ്ഡേറ്റ് ആവുന്ന ഓർഡർ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഇത് ഓർഡർ ഓഫ് റൈറ്റ്സ് മാറ്റേഴ്സ്. അതായത് ഓർഡർ ഓഫ് റൈറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കാഷ്വലായിട്ട് നമുക്കൊരു നോർമലായിട്ട് യൂസ് ചെയ്യുന്നൊരു വേരിയബിൾ പോലെ നമുക്കിതിനെ എടുക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിംഗിൾ രജിസ്റ്റർ വാല്യൂ ആണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ R0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഹസാർഡിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡിംഗ് എന്ന് വിളിക്കും. ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ ഒരു വാല്യൂ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. അതായത് അതിന് വേണ്ടി ഒരു പ്രത്യേകം ഒരു സർക്യൂട്ടറി കൊടുത്തിട്ട് ആ സർക്യൂട്ടറി ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വാല്യൂനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ്? ഒരു R1 എന്നുള്ളൊരു വാല്യൂ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് ജനറേറ്റ് ചെയ്യുന്ന ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ സർക്യൂട്ടറി വഴി നമുക്ക് എന്ത് ചെയ്യാം? R1നെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. അതായത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി നിൽക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇൻസ്ട്രക്ഷൻസിന് നമ്മളൊരു സർക്യൂട്ടറി യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രക്ഷനിലെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ റിസൾട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള സക്സീഡിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിലേക്ക് നമുക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഫോർവേഡിങ്. അതായത് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിടത്തുനിന്നെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കുക. ഓക്കെ,
സോ ഫോർവേഡിങ് കഴിഞ്ഞു. ഇറ്റ് ആഡ്സ് എ സ്പെഷ്യൽ സർക്യൂട്ടറി to the pipeline. This method works because it takes less time for the required value to travel through a wire than it does a pipeline segment to compute its result. Okay, pipeline ഓരോ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, എക്സിക്യൂഷനിലേക്ക് പോകണം, എൻഡ് ചെയ്യണം, അങ്ങനെ കുറേ സ്റ്റേജസ് ഇല്ലേ. അപ്പോൾ അതിലോട്ടൊന്നും പോകാണ്ട് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ് അതിനെ നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു വയേർഡ് മെക്കാനിസം ത്രൂ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പാസ് ചെയ്യുവാണ് ഇതിൻ്റെ കേസിൽ ഫോർവേഡിങ്ങിൽ. ഓക്കെ, അടുത്തത് കോഡ് റീഓർഡറിങ്. കോഡ് റീഓർഡറിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ സെഗ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു ടൈം സ്പേസ് ഡയഗ്രം ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലേക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ പൈപ്പ് ലൈനിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും ആ ഇൻസ്ട്രക്ഷൻ്റെ വാല്യൂ ജനറേറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഫുൾ ഓൺ വെയിറ്റിങ്ങിലേക്ക് പോകാണ്ട് ആ ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധമില്ലാത്ത, ആ ഇൻസ്ട്രക്ഷനകത്തുള്ള രജിസ്റ്റേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൈപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഇംപ്രൂവ് ദ പെർഫോമൻസ്. അതാണ് ഇതെന്ന് പറയുന്നത് കോഡ് റീഓർഡറിങ്. പേരുകൾ ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊക്കെ സ്വന്തം വേർഡ്സിൽ പറഞ്ഞു വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോൾ ഇൻസേർഷൻ. സ്റ്റോൾ ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നേരത്തെ പഠിച്ചു. അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫേസിലാണെങ്കിൽ, ഇപ്പോൾ നോക്കും നമ്മളുടെ I3 സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് സൈക്കിളിലാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുവാണ്, I3യുടെ കുറച്ചുകൂടെ നമ്മുടെ ഇംപ്രൂവ്ഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് I3യെ നമ്മൾ എന്ത് ചെയ്തു, തേർഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്ത് വെച്ചു. അവിടെ നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്തതേ ഇല്ല നമ്മുടെ പൈപ്പിലേക്ക്, അല്ലേ. അതിലെ നെക്സ്റ്റ് സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പൈപ്പിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഇല്ലേ, ആ ഒരു വേക്കൻറ്റ് പൊസിഷനെ പറ്റിയിട്ടാണ് ഇവിടെ അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റോൾ എന്ന് വിളിക്കുക, സ്റ്റോൾ ഇൻസേർഷൻ. ഓക്കെ, അതായത് നോ ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ എന്നും അതിനെ വിളിക്കും, നോ ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ സ്റ്റോൾ ഇൻസ്റ്റലേഷൻ മീൻസ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, which delays the execution of the current instruction until the required operand is returned to the register file. But this method decreases pipeline efficiency and throughput. അതെന്തായാലും പൈപ്പ്ലൈൻ്റെ എഫിഷ്യൻസിയെ ഡിക്രീസ് ചെയ്യത്തില്ല. എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത്, ഒരു സ്റ്റേജിൽ, അതായത് ഒരു സൈക്കിളിനകത്ത് മാക്സിമം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. എന്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, നമ്മൾ സ്റ്റോൾസ് ഇൻക്ലൂഡ്, അല്ലെങ്കിൽ നമ്മൾ ബൾബ്സ് എന്ന് വിളിക്കും ഇതിനെ, empty പോയിൻറ്റ്സ് ആയിട്ട് മാത്രമാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഉറപ്പായിട്ടും കുറയും. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണാണ് കൺട്രോൾ ഹസാർഡ്. അപ്പോൾ കൺട്രോൾ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ജമ്പ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കത്തില്ലേ, അതായത് വേറൊരു സെഗ്മെൻറ്റ് ഓഫ് കോഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്താണ് ഏത് ഹസാർഡ് ഉണ്ടാകുന്നത്, കൺട്രോൾ ഹസാർഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ദീസ് occur when the flow of execution is altered such as by branches or jumps. അതായത് ജമ്പിങ് ഇൻസ്ട്രക്ഷൻസോ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ആ ജമ്പിങ് അഡ്രസ്സിലേക്ക് നമുക്ക് പോയിട്ട് അവിടുത്തെ ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്ക് പോയിട്ട് അവിടുത്തെ ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യണം. ഇപ്പോൾ കൺട്രോൾ ഹസാർഡിനകത്ത് ഉള്ളൊരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിരുന്ന ആരാണ്, പ്രോഗ്രാം കൗണ്ടറാണ്, അല്ലേ. പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, 400 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്ലേസ് ചെയ്തു, എക്സിക്യൂഷൻ സ്പേസിലേക്ക് നമ്മളിതിനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ PC, നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ എന്താ കാണുന്നത്, അവിടെ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരുന്നു വരയ്ക്കുക, ഇൻസ്ട്രക്ഷൻ 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 4 സ്റ്റേജുകൾ നമ്മൾ വരച്ചു. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ 2ൻ്റെ 4 സ്റ്റേജുകൾ വരയ്ക്കും, അല്ലേ. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻ 3യുടെ 4 സ്റ്റേജുകൾ നമ്മൾ വരയ്ക്കും. ഇങ്ങനെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇത് തേർഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് വാല്യൂസ് എല്ലാം ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷനാണ്. അത് എപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, അതിനെ ഡീകോഡ് ചെയ്ത് അതിന് എക്സിക്യൂഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് എന്തറിയാൻ പറ്റത്തുള്ളൂ, ഇത് എങ്ങോട്ടേക്കാണ് ഈ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ജമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്പേസ് ആണ്, ആ എക്സ്റ്റേണൽ സ്പേസിൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിരുന്നു 640. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ PC അപ്ഡേറ്റ് ആവും. പിന്നെ നമ്മുടെ കൺട്രോൾ ഫുൾ ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും. ഇനി ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനായിട്ടുള്ള I3 ലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കുമ്പോഴേക്കും നമുക്ക് നോർമലി ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോളിയ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് കംപ്ലീറ്റ് ആകുന്നത് വരെ അതർ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പോസ്ഡ്. ഓക്കെ, അപ്പം ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ജമ്പ് വന്നു കഴിഞ്ഞാൽ അതിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ, അല്ലെങ്കിൽ അതിനായിരിക്കും നമ്മൾ വെയിറ്റേജ് കൂടുതൽ കൊടുക്കുക. എപ്പോഴാണോ അതിൻ്റെ പ്രയോറിറ്റി ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജമ്പ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുതിയൊരു ഇൻസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ
സൈക്കിളിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ എപ്പോഴും വർക്ക് ഓൺ ചെയ്യുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സിനെ വർക്ക് ഓൺ ചെയ്യുമ്പോഴാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു കോഡ് 100 ടൈംസ് വേണം, അല്ലെങ്കിൽ എനിക്ക് പ്രിൻ്റ് ഹായ് എന്നും പറഞ്ഞ് എനിക്ക് 100 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ് ലൊക്കേഷൻ എന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സക്സീഡ് ചെയ്യുന്ന പോകുന്ന ഓരോ സ്റ്റേജുകളിലും നമുക്ക് എന്ത് വേണം, ആ ഒരു ഡേറ്റ വേണം, നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുവാണെങ്കിൽ നമുക്കറിയാം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ എത്തുന്നത്. സോ i = 1 ആണെങ്കിൽ ഐയുടെ മാക്സിമം വാല്യൂ എവിടം വരെ പോകും, i ഷുഡ് ബി <= എവിടം വരെ പോകണം, 100 വരെ പോകും. എന്നിട്ട് ഐക്ക് വരുന്ന ചേഞ്ച് i = i+1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ ഓൾട്ടർ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, നമ്മൾ ആ ലൂപ്പിനകത്ത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, കൺസിഡർ എ ഫോർ ഓർ എ വൈൽ ലൂപ്പ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് 100 times. We know the program would run 100 times without the given branch condition being met. Okay, the program only exists the loop for the 10 time. അതായത് നമ്മുടെ ഈ ഒരു കോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10-ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10-നകത്തുനിന്ന് 10+1 വരും, 11 വരും, 12 വരും, 13 വരും. അങ്ങനെ നമ്മൾ സക്സസീവ് ആയിട്ടുള്ള ഓർഡറാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കിട്ടും. ചില സമയങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഓഫ്സെറ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് വാല്യൂയിൽ ചേഞ്ച് വരും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ ഇസ് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ. ഇതൊക്കെ കൺട്രോൾ ഹസാർഡ്സിനകത്ത് വരുന്നതാണ് ഡൈനാമിക് ആയിട്ടുള്ള ബ്രാഞ്ച് പ്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രഡിക്ഷൻ്റെ ആവശ്യം വേണ്ടി വരും. അതായത് നെക്സ്റ്റ് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റനായിട്ട് അവിടെ നിൽക്കുവാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു BTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സുകളെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളാണ് BTP എന്ന് പറയുന്നത്. ഓക്കെ, BTP is a type of cache that contains a series of entries containing the branch instructions, PC address and the effective branch address. So branch instructionsൻ്റെ PC അഡ്രസ്സും അതുപോലെ തന്നെ എഫക്റ്റീവ് ബ്രാഞ്ച് അഡ്രസ്സും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തൊരു BTP ടേബിൾ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ടേബിളിനകത്ത് കുറേ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സും ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ടാർഗറ്റ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ് സ്പേസും തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എടുത്തു, ഒരു i5 എടുത്തെന്ന് വെച്ചു, ആ ഇൻസ്ട്രക്ഷനകത്ത് ഒരു ജമ്പ് ഉണ്ട്. ജമ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ പോകേണ്ടത് ആ ലൊക്കേഷൻ ഓൾറെഡി മെൻഷൻഡ് ആണെങ്കിൽ ഇനി നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട, ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാഞ്ച് ടേബിൾ ബഫർ എന്ന് പറയുന്നത്. ഒരുപാടൊന്നും ഇതൊക്കെ ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓരോ വർഷം കഴിയുമ്പോഴേക്കും ടഫായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റീഓർഡറിങ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, റീഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തതുമില്ല. ഓക്കെ, അപ്പോൾ റീഓർഡറിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് ബ്രാഞ്ചിങ് എൻറ്റൈൽസ് reordering the instructions to move the branch instructions later in the sequence. ഓക്കെ, അപ്പോൾ ശരിക്കും ഓരോ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ മാറ്റി വയ്ക്കുക. അതായത് അതിനെ നമ്മൾ ഹയർ പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ വേഗം നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്തിട്ടെടുക്കുക അണ്ടിൽ വി ആർ വെയിറ്റിംഗ് ഫോർ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. അതിന് നമ്മൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് കൺട്രോൾ കിട്ടി, PC നമുക്ക് ഹാൻഡ് ഷേക്കൊക്കെ തന്നു, അതിന് ശേഷമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള നോർമൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്പീഡപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടി വരാത്തത്. ഓക്കെ, so delayed branch entitles recording the instructions to move the branch instruction later in the sequence, allowing safe and beneficial instructions that are unaffected by the result of the branch to be brought in earlier in the sequence. So delaying the fetch of the branch instruction. So we are ഫസ്റ്റ് സ്റ്റെപ്പ് വരെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡിലേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കയറുന്നത്. ഇഫ് സച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് അവൈലബിൾ, അങ്ങനെയാണെങ്കിൽ നോ ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ നടക്കുക. അതായത് എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രൊസീഡിങ് സ്റ്റേജസ് ആയിട്ട് വരുവാണെങ്കിലോ നമുക്ക് ഈ ഒരു പരിപാടി അവിടെ നമുക്ക് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഡെഡിക്കേറ്റഡ് കമ്പൈലർ സെഷൻ തന്നെയുണ്ട് കേട്ടോ, ഈ ഒരു റീഓർഡറിങ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ. ഹസാർഡ്സിൻ്റെ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്, ഡേറ്റ ഹസാർഡ്, സ്ട്രക്ചറൽ ഹസാർഡ്, ദെൻ കൺട്രോൾ ഹസാർഡ്. അല്ലെങ്കിൽ നമ്മളുടെ ഫൈനലി നമുക്ക് ഇത് പല രീതിയിൽ പറയുന്നുണ്ട്, ബ്രാഞ്ച് ഹസാർഡ് എന്ന് പറയുന്നുണ്ട്, കണ്ടീഷൻ ഹസാർഡ് എന്ന് പറയുന്നുണ്ട്, കൺട്രോൾ ഹസാർഡ് എന്ന് പറയുന്നുണ്ട്. എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനായിട്ട്.